ഈ ഒരു മുട്ടായി ഉണ്ടല്ലോ ഞാൻ തിന്നിട്ട് വെച്ചിട്ടായിരുന്നു. കുറച്ച് വാർത്തയിൽ കേട്ട് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ സോറി പിന്നെ കുറച്ച് മിഠായി അപ്പോഴാണ് മനസ്സിലായത് പഴകിയതാണ് അവന്മാർ എനിക്ക് തരുന്നത്. അപ്പോൾ ഇനി മേടിക്കുമ്പോൾ സൂക്ഷിച്ച് മേടിക്കുമ്പോൾ ആ കടക്കാരന്മാർ പറയുന്നത് പഴകിയതല്ല അല്ലാന്ന്. പക്ഷെ നിങ്ങളതൊന്നും കേൾക്കാൻ പാടില്ല. എക്സ്പിരി ഡേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ മാറ്റിയും വെച്ച് നോക്കാം. അപ്പോൾ നമ്മൾ അവന്മാരെ കൊണ്ട് കഴിച്ച് ഒന്ന് കഴിച്ച് കഴിപ്പിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വെച്ച് അവന്മാരെ ശ്രദ്ധിച്ച അപ്പോൾ അതേപോലെ നീ മിഠായി കഴിക്കുന്നതിൻ്റെ ആവശ്യമെങ്കിലും കൊച്ചുങ്ങൾക്കോ പനി വരുവാണെങ്കിൽ നമ്മൾ പോലീസിന് കേസ് എടുക്കുക. അല്ലെങ്കിൽ അത് മേടിക്കുമ്പോൾ തന്നെ നമ്മൾ അവന്മാർക്കൊന്ന് കഴിക്കാൻ ഒന്നും കൊടുക്കുക, പൊട്ടിച്ച് തരാൻ വന്നിട്ട് കൊടുക്കുക. അഥവാ അവന്മാർ ശ്രദ്ധിച്ചുള്ളെങ്കിൽ നമുക്ക് അറിയാം അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതല്ല. കാരണം അത് അവന്മാർ എക്സ്പയറി ഡേറ്റ് മാറ്റിയെങ്കിലും വെക്കും. മാത്രമല്ല അവന്മാരെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതല്ലാന്നും പറയും. അപ്പോൾ അവന്മാർക്കൊരു ചിരി പോലെ വല്ലതും ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. അപ്പനല്ല മനസ്സിലാവുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം ഞാൻ കഴിച്ചു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ സാധിച്ചു. അപ്പോൾ ഇനിയുള്ള ആൾക്കാർ വല്ലതും മുട്ട മേടിക്കുകയാണെങ്കിൽ എല്ലാ കടയിൽ നിന്നും ഒരു സെർച്ച് ചെയ്തിട്ട് മാത്രമേ എടുക്കാവൂ. ടാറ്റാ ബൈ ബൈ ഉമ്മ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചാനൽ സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.